ജിമ്മി, ഈ ചോദ്യത്തിലൊരു കൗശലമുണ്ട്, അത് പ്രേക്ഷകർ മനസ്സിലാക്കും. ഇതിൽ ആരുടെ കണക്ക് തെറ്റുമെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. കണക്ക് എന്തായാലും ഒരാളുടെ തെറ്റുമല്ലോ, സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥിയല്ലേ വിജയിക്കും. അപ്പോൾ കണക്ക് മൂന്ന് പേരുടെയും കണക്ക് തെറ്റും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് അത്ര വലിയ കണക്കില്ല, നില മെച്ചപ്പെടുത്തുമെന്നൊരു ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ വേണം. പി വി എൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ, 25,000 എന്നൊരു കണക്കുണ്ട്. അപ്പോൾ കണക്ക് തെറ്റുമോ എന്നുള്ളതാണ്. തെറ്റതെങ്കിൽ ആരുടെ കണക്കെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഞാൻ. അത് അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പോളിംഗ് ശതമാനം ഇങ്ങനെ വരുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചതല്ല. പോളിംഗ് ശതമാനം എത്ര കുറയുമെന്നതിനെക്കുറിച്ച് നമ്മൾ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പോളിംഗ് ശതമാനം, ശ്രീ ആൻഡ്രി അഗസ്റ്റിൻ മാത്രമാണ് പോളിംഗ് ശതമാനം കൂടും എന്ന് പറയുന്നത്. കൂടിയില്ലെങ്കിൽ ഇതിനടുത്തൊക്കെ വന്നു. അപ്പോൾ അതൊരു അത്ഭുതകരമാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊന്നും നമ്മളിത് കണ്ടില്ല. ജനം എന്തോ കരുതിക്കൂട്ടി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ ഒരു ഒന്നാമത്തെ ടേക്ക്. അങ്ങനെ ഒരു കാര്യമായൊരു പോളിംഗ് ഉണ്ടായിരിക്കുന്നു നിലമ്പൂരിൽ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതോ ഒരു ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആൻറ്റി ഇൻകംബൻസി ആണോ, അതോ സർക്കാരിനോട് അങ്ങനെ വിരോധമൊന്നുമില്ല, സർക്കാരിന് അനുകൂലമായിട്ടാണോ? ഇനി അതല്ല, തിരഞ്ഞെടുപ്പിലെ 4ാം കക്ഷിയായ PV അൻവറിന് അനുകൂലമായി ജനങ്ങൾ ഇറങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ സാധാരണ കാണാത്തതുപോലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്ര കാര്യമായി വോട്ട് ചെയ്തത്? എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഇത്രയും എത്തിയത്? 2,25,000 ആകെ വോട്ടുകളുണ്ടായിരുന്ന 2021 തെരഞ്ഞെടുപ്പിൽ 1,73,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട സ്ഥലത്ത് 2,32,000 പോളിംഗ് ആകെ വോട്ടുകൾ കൂടിയ ഈ തെരഞ്ഞെടുപ്പിൽ 1,70,75,000 വോട്ടുകളാണ് പോൾ ചെയ്തിരിക്കുന്നത്. ഈ 1,70,75,000 വോട്ടിൽ SDPIക്ക് 3,700 വോട്ടുകൾ കഴിഞ്ഞ തവണ ഉണ്ടായ മണ്ഡലമാണ്. ഞാനതൊരു 3,000 എങ്കിലും അവർ പിടിക്കും എന്ന് വിചാരിക്കും. അവസാന ദിവസം ഭയങ്കര രസകരമായിരുന്നു. PV അൻവർ വോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി SDPI ടാർഗറ്റ് ചെയ്തത് മുഴുവൻ അവസാനത്തെ 2 ദിവസം PV അൻവറിനെയായിരുന്നു. അവരുടെ വോട്ടുകൾ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. BJP എത്ര വോട്ട് പിടിക്കും? BJP കഴിഞ്ഞ തവണത്തെ 12,000 പിന്നെ 8,000 അറിയാമല്ലോ. BDJS വന്ന സമയത്ത് 12,000, BJP വന്ന 8,000, അതിലും താഴെ പോകാനൊക്കെ സാധ്യതയുണ്ട്. PV അൻവർ ഒരു 15,000, 16,000, അവർ തന്നെ പറയുന്നത്, അവരുടെ ക്വാർട്ടേഴ്സ് പറയുന്നത് ഒരു 25,000 വോട്ട് പിടിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഞാനൊരു 15,000 കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ചേർന്നാൽ 25,000. 1,70,75,000 വോട്ടിൽ നിന്ന് 25,000 വോട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. പിന്നെ 1,50,000 വോട്ടിൽ 75,001 വോട്ട് പിടിക്കുന്നയാൾ ജയിക്കും. അതാണല്ലോ 75,000 വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി UDFന് ആ മണ്ഡലത്തിലുണ്ട്. PV അൻവറും ഇടതുമുന്നണിയും കൂടെ ചേർന്നാൽ അവർക്കുമുണ്ട്. പക്ഷെ PV അൻവർ ഇല്ല. ഇടതുമുന്നണി ഒറ്റയ്ക്ക് 75,000 വോട്ടിന് മുകളിൽ പിടിക്കണം. ഈ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ മുന്നണികളുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആത്മവിശ്വാസം കാണുമ്പോഴും, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് കാണുമ്പോഴും, നമ്മളൊക്കെ വ്യക്തിപരമായി ഇവരോട് സംസാരിക്കുമ്പോഴുമൊക്കെ ഇടതുമുന്നണി പറഞ്ഞത് 2,000 അല്ലെങ്കിൽ 1,800. അത് 1% അല്ലേ? 1,50,000-ൻ്റെ 1% 1,500, ഇത്രേ ഉള്ളൂ. 1% ജയിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് ജയിക്കുമോ തോക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു പറച്ചിലാണ്. അത് എങ്ങോട്ട് വേണമെങ്കിലും പറയാം. അതൊരു ടേക്കേ അല്ല. ഇടതുമുന്നണി അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ഇടതുമുന്നണിക്ക് തീരെ ആത്മവിശ്വാസമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത്. UDFൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ കൃത്യമായ കണക്കൊന്നും നമ്മൾ പലരെയും വിളിക്കുന്നുണ്ട്. ആരും അങ്ങനെ കൃത്യമായി ഒന്നും പറയുന്നില്ല. പക്ഷേ ഔദ്യോഗിക അനൗദ്യോഗിക അതിൻ്റെയും അനൗദ്യോഗികമായ പല നേതാക്കൾ പലത് പറയുന്നത് 15,000 വരെ ഞങ്ങൾക്ക് നേടാം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. കാരണം UDF എത്രയാണ് കൂട്ടിയത് നമുക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രശ്നം, ഇടതുമുന്നണി 1% വോട്ടിൽ ജയിക്കുമെന്ന് പറഞ്ഞതും PV അൻവറിൻ്റെ കേന്ദ്രങ്ങൾ ഞങ്ങളൊരു 25,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞതിലുമാണ് എൻ്റെ പോയിൻ്റ് ഇരിക്കുന്നത്. 25,000 പിടിക്കുമെന്ന് പറഞ്ഞത് ഒരു 15,000 കുറയ്ക്കൂ. ഇടതുമുന്നണിയുടെ 1% എന്ന് പറയുന്നത് അതൊരു വലിയൊരു ആത്മവിശ്വാസ പ്രകടനമേ അല്ല, അത് ഏതാണ്ടൊരു പരാജയം സമ്മതിക്കലാണ്. എന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 കൂട്ടരുടെ കണക്ക് തെറ്റും. ദാറ്റ്സ് മൈ ടേക്ക്. Meet the editors.